എടാ മോനെ വാക്കോട്ടോ വാ. എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? ഓ കള്ള് തികയുന്നില്ലടാ. ഷാപ്പിൽ ആരാധകർ തലകം വിലകം വന്നോണ്ടിരിക്കല്ലേ. ആണോ? എന്നാ പിന്നെ മറ്റവന് ഇച്ചിരി മിക്സ് ചെയ്ത് ഇടാത്ത എന്ത്? എന്ത് സ്പിരിറ്റ്? ആ നെറുകയുടെ ശാന്തപ്പ കള്ളിനോട് കാണിക്കാനല്ല. കള്ളിനോടല്ല കാണിക്കുന്നേ, നാട്ടുകാരോട് കാണിക്കാലോ. അത് വേണ്ട. കള്ളെന്ന് ശാന്തപ്പന് സന്തോഷം തന്നിട്ടുള്ളൂ. ആ കള്ളിന് ചതിക്കാൻ ശാന്തപ്പന് പറ്റൂലടാ. ശരി, ചിറ്റപ്പന്റെ ഇഷ്ടം. 20 ലക്ഷം രൂപയുണ്ട്. എന്റെ പൊന്ന് ചിറ്റപ്പ, ആ പൈസ എത്ര ഉണ്ടെന്നോ എന്തിനാണെന്നോ വല്ലോ അറിയാവോ? അറിയാം, ഷാപ്പ് വികസനത്തിനല്ലേ. സത്യം പറഞ്ഞ ഞാനിത് പറയാനിരിക്കായിരുന്നു. നമ്മുടെ ഈ ഷാപ്പിലോട്ട് ഇങ്ങോട്ടുള്ള റോഡില്ലേടാ, അതാകെ മെറ്റലടങ്ങിയ ചള്ളയും കയറി കിടക്ക. അത് ആ ജംഗ്ഷനിൽ നിന്ന് ഇതുവരെ നമുക്ക് ടാർ ചെയ്യണം. പിന്നെ അക്കരെ നിന്ന് ഇക്കരെ വരെ കടത്തുവളത്തിലാ വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു പാലം അങ്ങോട്ട് അടിച്ചാലേ ഈ ഫോറിനേഴ്സ് സായിപ്പും മദാമയ്ക്കും ഒക്കെ നടന്നു വന്ന് കല്ലടിച്ചിട്ട് പോവാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ കിടക്കണ കായലേ വെറുതെ ഇടണ്ട. നമുക്കൊരു ചെമ്മീനും കരിമീനും വരാലും ഒക്കെ കൂടെ കൃഷി ചെയ്യാം. കുറച്ച് ചൂരയും കൂടെ ചൂരയും കൂടെ കൃഷി ചെയ്യാം, കുഴപ്പമില്ല. എന്റെ പൊന്നി ഇറ്റപ്പ, ഇത് അതിനുള്ള കാശല്ല. ഈ കാശേ ചാരുവിന്റെ എന്റെയും കല്യാണത്തിന് ചാരു ഇടാനുള്ള സ്വർണം മേടിക്കാനുള്ള കാശാ. ഞാൻ സ്വർണം മേടിച്ചു കൊടുത്ത അവള് ഇടത്തില്ലടാ. ഇടിയിക്കണം. അത് ചിറ്റപ്പന്റെയും അപ്പച്ചിയുടെ ഉത്തരവാദിത്വം. മനസ്സിലായോ? അതിനെന്ത് ഇടിപ്പിക്കാം. പിന്നെ നാളെ തന്നെ അവളെയും കൂട്ടിക്കൊണ്ടുപോയി ഗോൾഡ് വാങ്ങണം. ഞങ്ങളെ വിളിച്ച അവള് വരത്തില്ലടാ. അവളെ കൊണ്ടുപോയി ഗോൾഡ് മേടിക്കേണ്ടത് ചിറ്റപ്പന്റെ അപ്പച്ചിയുടെ ഉത്തരവാദിത്വമാണ്. അതിനെന്താ അവളെ കൊണ്ടുപോയി സ്വർണം മേടിക്കാം കഴിയേ. പിന്നെ വാങ്ങിയ ഗോൾഡിന്റെ തൂക്കവും അതിന്റെ ബില്ലും കൃത്യമായിട്ട് എന്റെ കിട്ടണം. കാണിക്കോ ഒന്ന് പോടാ. പിന്നെ എനിക്ക് ആ സ്വർണത്തിലുള്ള കമ്മീഷൻ ഒന്നും വേണ്ട. അതിനെക്കാട്ടി ലക്ഷങ്ങൾ എനിക്ക് ഷാപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്തിരി പൊന്നിന്റെ കമ്മീഷൻ. അപ്പോ നാളെ തീരുമാനിച്ചല്ലോ? തീരുമാനിച്ചു. അവളെ കൊണ്ട് സ്വർണ്ണം എടുക്കാൻ പോവാ. പൈസ സൂക്ഷിച്ചോ, മനസ്സിലായല്ലോ? ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോ. ഓക്കെ, നാളെ. $20 ലക്ഷം.